ഹായ് ഫ്രണ്ട്സ്, ഐ എം സുഷ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മുടെ കല്യാണം സീരീസിൻ്റെ ഫീറ്റ് സിസ്റ്റർ ഷോപ്പിംഗ് പാർട്ട് 1 ആണ്. സോ ബേസിക്കലി ഹായ്, ഞാൻ കാണിച്ചു തരാം. സിസ്റ്റർ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചെറിയ കുട്ടി ഷോപ്പിംഗാണ്. ഹൽദീൻ്റെ ചേച്ചീൻ്റെ അടുത്തും എൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും ഇനി അച്ഛൻ്റെ എടുക്കാണ്ട് നമ്മുടെ ചേച്ചിയുടെ ഫിയാൻസി ഇസ് ഓൺ ദ വേ. ചേട്ടനും വരും. അപ്പം നമ്മൾ ജസ്റ്റ് കല്യാണത്തിൻ്റെ ഷോപ്പിംഗ്. ബൈ ദ വേ ഞാൻ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ. January 10th 2026 കല്യാണം വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ കല്യാണ സാരി ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് എറണാകുളം പോകാമെന്നാണ്. എന്നാലും നമ്മുടെ ഇവിടെ കോഴിക്കോട് കുറേ ഉണ്ടല്ലോ സ്ഥലങ്ങൾ. അപ്പോൾ ജസ്റ്റ് ജയലക്ഷ്മിയിലൊക്കെ പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അത് നോക്കിയിട്ട് അതല്ലാണ്ട് കുറച്ച് ഡ്രസ്സും കൂടി കല്യാണം കഴിഞ്ഞിട്ട് ചേച്ചിക്ക് എടുക്കാനുള്ള കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലും വ്ളോഗിലും ഒക്കെ ആയിട്ട് നടക്കുക. സോ യാ, ലെറ്റ്സ് ഡു ഇറ്റ്. അങ്ങനെ നമ്മൾ ജയലക്ഷ്മിയിലെത്തി ഗൈസ്. ആകാശൻ ഓൾറെഡി ഉള്ളിലിരിക്കുകയെന്നാണ് പറഞ്ഞത്. വാട്ട് ഇസ് ദിസ് മൈ ഡിയർ? എന്താണിത്? പൂക്കീസാണോ നിങ്ങൾ? പൂക്കീസാണോ? നിങ്ങളൊരു പുതിയ വീഡിയോ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് സിസ്റ്ററിനും കൊടുക്കുന്ന ആൾക്കാരല്ലേ പൂക്കീസ്. ഓക്കെ, നമുക്ക് ആദ്യം എന്താണ് എടുക്കാൻ പോകുന്നത്? സാരി എടുക്കുന്നുണ്ട്? ഇല്ല, വെറുതെ നോക്കാൻ അത് കഴിഞ്ഞ് നമുക്ക് അച്ഛൻ്റെ ഹൽദീൻ്റെയും കൂടി എടുക്കാം. അതിന് നമ്മുടെ ഹൽദി ഇവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാന്നാണ് പറയുന്നത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. കളർ അനാലിസിസ് നടത്തണം. എനിക്കിഷ്ടമായി. ആ ലൈനാന്ന് തോന്നുന്നല്ലേ? ചേച്ചിന്റെ കയ്യിലല്ലേ ആ ലൈനുണ്ട്? ലൈനുള്ള കളർ നൈസ്. രസമില്ല? അല്ല, ഞാൻ ജസ്റ്റ് കളർ നോക്കുക. ഏതാ കളറിൽ? റെഡിന് പിങ്കിഷ് ടോൺസ് നോക്കണം. കുറച്ച് ഇനി ഇതിൻ്റെ തന്നെ വേറെ കുറച്ചും കൂടി ഇരുണ്ട കളർ വേണമെന്നാ. എങ്ങനെയാണ് മമ്മി? ഇതൊക്കെ എല്ലാം ഒരു റെഡിന്റെ വേറെ വേറെ. റെഡ് മമ്മി രസമുണ്ട്. ജ്വല്ലറി ഒക്കെ വരുമ്പോ രസമുണ്ടാവും. അത് ഫുൾ വർക്ക് ചെയ്യും. അല്ലല്ല, ഇവിടെ ഇതിങ്ങനെ വന്നിട്ട് ആ സ്ലീവ്സ് അതിൽ മൊത്തം വർക്ക് ചെയ്യിപ്പിക്കും. കസവിൽ മൊത്തം വർക്ക് വരും, ബ്ലൗസിന് വർക്ക് വരും. അതിലല്ല, ആ കളറാണ് പറയുന്നത്. കളർ വന്നിട്ടുണ്ട്. ഇത് പിങ്ക് ടോണായി. ഓക്കെ ഗൈസ്, ഇത് കുറച്ച് നേരം തന്നെ ഉണ്ടാവും. ഈ കളർ രസമുണ്ട്, കൊള്ളാം. അതാ പംചിച്ചേനെ പിങ്കിന്റെ വേറെ കളർ കേട്ടോ. ഞങ്ങൾക്ക് റെഡ് എടുക്കണോ? അല്ലല്ലല്ല, അതാണോ? ഇങ്ങനത്തെ രസമുണ്ടാവും. പംചി കോൺട്രാസ്റ്റ് വേണോ? എനിക്ക് കളർ ഇപ്പോൾ ആക്ച്വലി നോക്കുമ്പോൾ ഇങ്ങനത്തെ കളറ് ഇതിൽ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ സെയിമാ. ഇത് കുറച്ചും കൂടി ട്രഡീഷണൽ സാധനമാണ്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്തില്ലേ, ഇതൊക്കെ കുറച്ച് ട്രഡീഷണലാണ്. ഇത് പംചേച്ചി ഇട്ട് കുറച്ചൊരു അത് പംചേച്ചി ഇങ്ങനെ ഇത് കുറച്ച് കണ്ട ടൈപ്പല്ലേ ഈ സാധനം? കുറച്ച് ഇതിൽ മാറ്റി പിടിച്ചോ. അപ്പം ഇവിടെ വല്ല ജ്വല്ലറി പീസ് ഉണ്ടോ? വേണ്ട, പറഞ്ഞല്ലേ ജ്വല്ലറി പീസ് ഒന്നും ഉണ്ടാവില്ലല്ലേ? ഉണ്ടോ? അത് പമ്പി വെച്ച് നോക്കണോ?
പ്രൈസ് ഇതിന്റെ ഗസ്റ്റ് പ്രൈസ് 25 അമ്മ 30K ആൻഡ് ഇത് 33 സംതിങ്. കുറച്ചും കൂടി ഒരു ആ ഫോണൊന്ന് മാറ്റിയിട്ട് കളർ ചൂസ് ചെയ്യുന്നത് കൊള്ളാം. കളർ നല്ലതാണ്. ഡിസൈൻ എനിക്ക് ഇഷ്ടമായി. അല്ല കണ്ട ഡിസൈൻ ഈ കളർ ഏതാ ശരി? പിങ്ക് ആണത്? അത് സാധാരണ കളർ നോക്കിയാ നീ ഇവിടെ വമ്പിച്ച പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രസ്സ് എടുത്ത് ഒരു സൈഡാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അറിയാതെ ഫോണിൽ നോക്കുന്ന ലേറ്റായി. അമ്മയ്ക്ക് എന്താ തോന്നുന്നു? കളറും ഇതൊക്കെ അത് അച്ഛനെല്ലാം ഇഷ്ടപ്പെടും. അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, എല്ലാം ഇഷ്ടപ്പെടും. ഫോണിൽ കാണുമോ എങ്ങനെയുണ്ട്? ഇത് കുറേ നേരം എടുക്കുന്നെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് അച്ഛൻ്റെ ഹല്ലി സെറ്റ് ചെയ്യാം പ്ലീസ്. കുർത്ത നോക്കാം. നമുക്കിനി നിങ്ങളുടെ പ്രശ്നം ഞാൻ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അടി ഉണ്ടാക്കും. അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുക. എനിക്കറിയാം വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്. എന്തിനാ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? അല്ലേ? അല്ല, ആണ്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അല്ല, നമ്മൾ എടുക്കുന്നില്ല. പിന്നെ വെറുതെ ഇതിനോട് ടൈം കളയുന്നത്. അത് നമ്മൾ ഓരോ സാരി അനുസരിച്ച് ഓരോ വ്യത്യാസം ഉണ്ടാവും. അത് വെറുതെ ഇപ്പം ഇങ്ങനെ ടൈം ഇതാക്കണോ? നമുക്ക് അച്ഛൻ്റെ കുർത്ത യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് കുർത്തി എടുക്കാം. ഈ ഓറഞ്ചിൽ കഥകളി എന്തൊക്കെയുണ്ട്. ആ ഓറഞ്ച് കുറച്ചും കൂടി നല്ലതാന്ന് തോന്നുന്നു. അത് നോക്കണം അച്ഛാ. വേണം വെച്ചോ, ഇട്ട് നോക്കാം. വെറുതെ ഇട്ട് വയ്ക്കും. അച്ഛന് ഓറഞ്ച് വേണോ യെല്ലോ വേണോ? എന്തെങ്കിലും കിട്ടാ മതി എന്നൊക്കെ, അല്ലാണ്ട് നിങ്ങൾ പിങ്കും ഗ്രീനും ആക്കുന്നോ? മിൻ ഗ്രീന്. പംചേച്ചി പിങ്കും ചേട്ടൻ മിൻ ഗ്രീനും ആക്കുന്നോ? രണ്ട് പിങ്കിഷ് ആവണമെന്ന് ചോദിച്ചിട്ടാ. പിങ്ക് മതി. അല്ല, രണ്ട് പിങ്ക് ആവുമ്പോഴേ ഞാൻ ചോദിക്കാം. നീ മനസ്സിലായി ഒരു കോമ്പിനേഷനേ? അല്ല, പിങ്കിന്റെ വേറെ കളർ എന്തെങ്കിലും വേറെ അല്ലേ? നല്ല രാജസ്ഥാനി അഫെയറിന് പിങ്ക് ഗ്രീൻ മാച്ച് ആവില്ല, മിൻ ഗ്രീൻ മാച്ച് ആവില്ല. രാജസ്ഥാനിന്റെ സാധനത്തിൽ എല്ലാ കളേഴ്സും നമ്മൾ ഇൻക്ലൂഡ് ആക്കുന്നുണ്ടല്ലോ. എല്ലാം ഇൻക്ലൂഡ് ആക്കുന്നുണ്ടല്ലോ. ഇതൊന്ന് ട്രൈ ചെയ്തിട്ടൊന്നുള്ളൂ ഡാഡി. ഇനി അച്ഛൻ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക്. ഏതാ ഇത്? അച്ഛൻ പാൻറ് കൂടി അടിയിലിടോ? അച്ഛന് ടൈറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. അച്ഛൻ പാൻറ്റും കൂടി ഇടണോ? അത് വൈറ്റ് ഇട്ടാൽ മതി തോന്നുന്നു. അച്ഛൻ മെലിഞ്ഞോലുണ്ടോ? മെലിഞ്ഞോലില്ലേ? വയററിയുന്നില്ല. പിന്നെ കുറച്ചുകൂടി വെളിച്ചെടുക്കും.
ആ ഇത് നല്ല രസമുണ്ടല്ലേ? ഇത് അമ്മന്റെ കളറായില്ല ഇപ്പൊ ബ്രിക്ക് റെഡ് അല്ലെ? രസമില്ല? ഇല്ലല്ല ആ ചേട്ടൻ ഇതേ അല്ല, ചേട്ടൻ വേറെ കളറാ. അച്ഛൻ ടൈറ്റ് ഉണ്ടോ? അതല്ലേ എനിക്ക് അതും ഇത് കുറച്ച് നീളം, മറ്റേത് കുറച്ചും കൂടി നീളം, കുറച്ചും കൂടി ഒരു ഇതുണ്ടായിരുന്നല്ലേ? ആ എനിക്കതാ തോന്നുന്നു. കുറച്ച് ഡള്ള വലിയ കുഴപ്പമില്ലല്ലേ അച്ഛനല്ല? അച്ഛൻ കൊണ്ടോ ഇത് ആ സമയത്തല്ലേ എന്താ? അപ്പൊ അച്ഛൻ ഓറഞ്ച് ഉപയോഗിക്കും അല്ലേ? അച്ഛന് അച്ഛൻ ഓറഞ്ച് ഉപയോഗിക്കും എന്നാണ് അച്ഛൻ പറയുന്നത്. അമ്മ ഓറഞ്ച് അല്ല, അച്ഛൻ മാത്രമേ മഞ്ഞാവുള്ളൂ. ഞങ്ങൾ രണ്ടാൾ ഓറഞ്ചാ. ഞങ്ങൾ രണ്ടാൾ ഓറഞ്ചാ. അച്ഛന് അതെ. ഇത് ഇടാൻ എന്ത് സുഖമുണ്ടോ അച്ഛന്? അല്ല ഇത് കോട്ടൺ ആണെന്ന് തോന്നുന്നു. അല്ല കോട്ടൺ മിക്സ് ആണോ? ഈ മോഡലിൽ ഓറഞ്ച് ഉണ്ട് ചേച്ചി? ഇല്ലല്ലോ. മഞ്ഞ രസമുണ്ട്. അച്ഛന് ഇടാൻ പറ്റില്ല, കല്യാണത്തിന് ഇടാ, വേറെ ആരെയും കല്യാണത്തിന് ഇടാ അല്ലേ? ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. എന്താ പറയുന്നത്? എന്തായാലും വന്നിട്ട് ഒന്നും എടുത്തില്ലെന്ന് നമുക്ക് തോന്നണ്ട. ഈ കളർ നല്ല കളറാ മാം ചേച്ചി. ഈ ഒരു കളറേ നല്ലൊരു കളറല്ലേ? 38 അല്ലേ? 38 ചേട്ടന്റെ കൈയൊക്കെ ഭയങ്കര മെലിഞ്ഞ കൈയാ അല്ലേ? ഞാൻ പെട്ടെന്ന് ചേട്ടന്റെ കൈ നോക്കുമ്പോ ഞാൻ എന്റെ അടുത്ത് കുഞ്ഞു കൈ, എന്റെ കൈ ഇതുണ്ടോ? ഇതെന്തത്? എനിക്ക് പെട്ടെന്ന് അച്ഛന്റെ പെട്ടെന്ന് ആ തന്നെ എനിക്ക് പല പെട്ടെന്ന് ഈ കൈ കണ്ടപ്പോ പെട്ടെന്ന് ഭയങ്കര കുഞ്ഞി അല്ല കുഴപ്പമില്ല. ജിമ്മൊക്കെ പോകുന്നില്ലേ? നിങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ടോ ഗൈസ്? എന്തോ ഞാൻ കേട്ടുപോലെ തോന്നി. പോകുന്നുണ്ടോ? അനക്കാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോ ശരിയാവും. ഇന്ന് നിങ്ങൾ എന്റെ കൂടെ ജിമ്മിൽ വരുന്നോ? ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഓ കോഴിക്കോട് നിന്ന് ഫുഡ്, സ്പെഷ്യൽ ഫുഡ് കഴിക്കുന്നു. ഇവിടുന്ന് പാരഗൺ ഫുഡ് വേണം, പോയി കഴിക്കണോ? പാരഗൺ നമുക്ക് വേണമെങ്കിൽ ഫിഷ് മാംഗോ കറി കഴിച്ചിട്ടുണ്ടോ? പാരഗണത്തെ ഫിഷ് മാംഗോ, ബാംഗ്ലൂർ ഫിഷ് മാംഗോ കറി കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റേജിൽ എടുത്തിട്ട് കാണാം. On to the dice. Oh my god. Wow. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ആ ഷൂ മാത്രം എനിക്ക് ഇഷ്ടമായില്ല. ഷൂ മാത്രം ആ ഷൂ രസമില്ല കാരണം അത് വേറെ കഴിയും. പക്ഷെ അല്ലാണ്ട് നല്ല വാങ്ങിയിട്ട് കേട്ടോ. മുഖത്ത് എനിക്ക് എന്താ അറിയോ, ഇവിടുത്തെ കടയിൽ കുറച്ച് ആ വെളിച്ചത്തോട് പോവോ. അങ്ങനെയൊക്കെ ഭയങ്കര തെളിച്ചം വന്നു മുഖം കണ്ടോ? നല്ല എടുക്കില്ല. നിങ്ങള് ഇത് എപ്പോഴേക്കുന്നത്? സംഗീതല്ലേ? സംഗീതം നിങ്ങൾ ബൈയിങ് ആണോ റെന്റിങ് ആണോ? ഈ കളർ തന്നെ കിട്ടണം കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ വേറെ നിർബന്ധമില്ല. കുറച്ച് ലൈറ്റ് എടുത്താ പോരെ? പിങ്ക് എന്താ?
കുറച്ചൊരു കോൺട്രാസ്റ്റ് വരണം. വൈറ്റ് ഇതെന്താ കളറ്? ഗ്രേ ആണല്ലോ. ലൈറ്റർ ഷെയ്ഡ് എടുക്കണം. പക്ഷെ നല്ല ഭംഗി കേട്ടോ. വാ ഒക്കെ വിശന്നൊരു കണ്ണ് കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കോഫി കുടിച്ച് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് ഇനി ജസ്റ്റ് ചുരിദാർ സെറ്റ് ഒന്നും കൂടി നോക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിയും. സോ വിൽ സീ ദെയർ. ഇന്നും കണ്ണ് കാണാണ്ട് നമ്മൾ കോഫി കുടിച്ചിട്ട് സമയം എത്രയുമായി? 1:27. ഈ കോഫി കുടിച്ച് കഴിഞ്ഞ് ഓൾട്രേഷൻ കഴിഞ്ഞിട്ട് അല്ല ഇനി എന്തോന്നും കൂടി ഉണ്ട്. ഒരു ഡ്രസ്സ് കൂടി എടുത്ത് നമ്മൾ ഓൾട്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പാരകളിൽ പോകും. പാരകളിലപ്പോൾ എന്തായിരിക്കും? വളരെ നല്ല തിരക്കായിരിക്കും. എന്നാലും നമ്മൾ നമുക്ക് കോഫി കുടിച്ച് ഡ്രസ്സ് എടുക്കുമ്പോൾ കാണാം. എന്തിനാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്? ചുരിദാർ സെറ്റ് തപ്പിക്കൊണ്ടിരിക്കും. എത്ര നേരമായി? നിങ്ങൾ എന്താ ഇത്ര നേരം? ഒന്നും പറയാനില്ല. ഓക്കെ, കുറേ ചുരിദാറുകൾ തപ്പാം. ഇത് അമ്മൻ്റെ റെഡിൻ്റെ വേറെ സാധനമാണ്. മഞ്ഞ വേണം. മഞ്ഞ വേണം. അപ്പം ചേച്ചിക്ക് എന്താ മഞ്ഞയൊരു കളർ? ഓൾറെഡി ഒരു മഞ്ഞ എടുത്തു. അപ്പം ഇനി മഞ്ഞ എടുക്കണ്ട. ഈ മഞ്ഞ അല്ലാത്ത അങ്ങനെ തിരിച്ചു വെച്ചോ. ഓർഗാൻസ ആ കളർ കുഴപ്പം. നോർമൽ വേണം. ഇനി നോർമൽ എടുത്ത് കുറച്ച് തുണി വേണമെങ്കിൽ എടുക്കാം. നമുക്കിവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. നമുക്കല്ലാണ്ടുള്ള കുറച്ച് വേറെ സാധനങ്ങൾ നോക്കാം. വൈറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വൈറ്റ് ഇങ്ങനത്തെ വൈറ്റ് ആക്കാറോ? വൈറ്റ് ശുദ്ധരിക്കാനും കിട്ടുന്നില്ല. വൈറ്റ് ബ്ലാക്കാ. വൈറ്റ് ഇത് നല്ല രസമുണ്ട് അല്ലേ? വൈറ്റ് നല്ലതാ. പക്ഷെ വൈറ്റിൻ്റെ ഇത് ബ്ലാക്ക് രസമുണ്ടോ? അത് എനിക്കറിയാം. ബ്ലാക്ക് അല്ല, ഇത് ഗ്രീൻ ആണോ കളറ്? ഇതിന് സാധനം ഇത് അങ്ങനെയാ. അതൊരു മാച്ചില്ലല്ലോ. നൈസ്. ഇത് പംചേസിന്റെ മറ്റേ സാരീന്റെ കളർ. ആക്ച്വലി ആകാശയുടെ മഞ്ചിന്റെ സാരീന്റെ സെയിം കളർ. നല്ല രസമുണ്ട്. ഇതെടുത്തോ. യെസ്, ഇതെടുത്തോ. ഡൺ. ഓക്കെ ഗായ്സ്, നമുക്ക് ഇവിടുന്ന് പേയ്മെൻറ്റ് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഇറങ്ങാം. ഓക്കെ ഗായ്സ്, നമ്മൾ കുറച്ച് സാധനം വാങ്ങിച്ചു. ഓക്കെ, അവർ രണ്ടാളും അച്ഛനും അതിലും വണ്ടി എടുക്കാൻ വേണ്ടി പോയതാണ്. നമ്മളിനി മൂവ് ചെയ്യും. പുറത്ത് നല്ല ചൂടുണ്ട് ഗൈസ്. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. എന്നിട്ട് ഫോക്കസ് ഉണ്ട്. അവരതാ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, നമ്മൾ ബാക്കിൽ പോകുന്നുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിശക്കുന്നുണ്ട്. പാരകളിൽ പോയിട്ട് തിരക്കുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ തിരക്കുണ്ടാവുമായിരിക്കും. നമുക്ക് നോക്കാം. സപ്പോസ് നല്ല തിരക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാമെന്നാണ് എൻ്റെ അഭിപ്രായം. സോ നമുക്ക് പാരകളിൽ പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ പാരമൗണ്ടിൽ എത്തിയിട്ടുണ്ട്. മന്തിക്ക് തന്നതാണ്. അതും മന്തിക്ക് തന്നതാണ്. 4 മന്തി പറഞ്ഞപ്പോൾ 4 സൂപ്പും 4 ഈ സാധനം 4 ഈ ഒരു സാധനം കിട്ടുന്നു. ഇത് പാർസൽ ഗൈസ്. എന്തൊക്കെയാണെന്ന് എനിക്ക് ഐറ്റംസ് ഒന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഇത്? ബീഫ് മന്തിയല്ല, സൊർബിയൻ റൈസ്. അത് ഹണി ചില്ലി അൽഫാം മന്തി. അതല്ലേ ഇതിലെന്തൊക്കെയാണ്? ഇത് ചട്ടിച്ചോറിൽ ആക്ച്വലി ഇതില് പപ്പടം, ഇത് വെണ്ട തോരൻ, വെണ്ടക്കറി, പിന്നെ ബീട്രൂട്ട്, പിന്നെ ഇത് കൂട്ടുകറി, ഒരു മുള്ളൻ, പിന്നെ ഇഞ്ചിപ്പുളി, മാങ്ങ, അച്ചാറ്. മീൻ എന്തുള്ളത്? മീൻ അതാണ് ഞാൻ ചോദിച്ചത്. മീനിതാ ആ മാത്രമേ ഉള്ളൂ? അല്ല, പിന്നെ ഇത് കൂന്തൾ. കൂന്തലുണ്ട്. പക്ഷെ അത് മാത്രമേ ഉള്ളൂ അല്ലേ? മീൻ കറി ഉണ്ടോ? അതുണ്ട്. അല്ല, പക്ഷെ 3 കറിയുണ്ട്. സാമ്പാർ, 2 മീൻകറി ഉണ്ട്. സാമ്പാർ 2 മീൻകറി. പിന്നെ അപ്പോൾ ശരി.
എന്തൊക്കെയാന്ന് പറയുന്നത്? ചിക്കൻ പൊരിച്ചത്, പിന്നെ ഇതെന്തോ പൊള്ളിച്ചതാണെന്ന് തോന്നുന്നു. എന്തോ ഫിഷ് പൊള്ളിച്ചത്. ഇത് നോക്കിക്കോ. ഈശ്വര, ഇതെന്തോ അതെന്ത് മീനാ? എന്തോ ഒരു കഷ്ണം മീൻ പൊള്ളിച്ചത്. ഇനി കഴിക്കട്ടോ. അത് 3 ടൈപ്പ് ഫിഷ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, മുട്ടയുണ്ട്, ഉണക്കമീനുണ്ട്. ഓക്കെ, എനിക്ക് വിശക്കുന്നുണ്ട്, നമുക്ക് കഴിക്കട്ടെ. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ നിന്ന് ഓൾറെഡി മുമ്പും ബീഫ് മന്തി കഴിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ബീഫ് മന്തി ആക്ച്വലി നല്ല ഇഷ്ടമുള്ള സാധനം. ഇതുണ്ടോ, ഭയങ്കര സോഫ്റ്റ് സാധനം. ഞാൻ കഴിച്ചോട്ടെ, ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. ടു ഗുഡ്. എങ്ങനെയുണ്ട് വംശേച്ചി? എങ്ങനെയുണ്ട്? കൊള്ളാം, കുറേ ഐറ്റംസ് ഉണ്ട്, കൊള്ളാം. അതല്ല, ബീഫ് മന്തി എങ്ങനെയുണ്ട്? ചേച്ചി കുറേ നേരമായിട്ട് ഇവിടെ തീരാണ്ട് ഇവിടെ ഇരിക്കുകയാണ്. അച്ഛൻ്റെ കഴിഞ്ഞു, ഞങ്ങൾ മറ്റേ സിനിമൻ്റെ മറ്റേ കട്ടൻ ചായ ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞു, കുറച്ച് ബാക്കിയുണ്ട്. എല്ലാപ്പോഴും ലാസ്റ്റ് തീരുന്നു. അതെ, എന്താ പറയുന്നത്, എല്ലായ്പ്പോഴും ലാസ്റ്റാ തീരുന്നതല്ലേ? അതൊരു നഗ്ന സത്യമാണ് ഞാൻ പറയുന്നത്. അതെ, കണ്ടോ, ഇപ്പോഴും എനിക്ക് വൃത്തിയായിട്ട് കഴിക്കണം. മെല്ലെ. എത്ര ദിവസം കഴിഞ്ഞിട്ട് കഴിയും? ഗുലാബ് ജാമുൻ തന്നിട്ടുണ്ട്, ഞാൻ കഴിക്കില്ല, ഞാൻ നോട്ട് ഷുവറാണ്. ഇവൻ കഴിഞ്ഞു, ബാക്കി ഇവരെല്ലാവരും കഴിക്കും. പംചിച്ച് കഴിക്കില്ലാന്ന് തോന്നുന്നു. സോ ഓക്കെ ഗൈസ്, ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോകും. നെക്സ്റ്റ് ഞങ്ങൾ റെൻ്റൽ സ്റ്റോറിലേക്കായിരിക്കും പോവുക. സോ യാ, നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ കാണാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റെൻ്റൽ സ്ഥലത്തേക്ക് പോകണം. ഇപ്പം സമയം 3:30 ഗൈസ്. ഇവിടെ എന്തോ മനാഞ്ചിറയിൽ എന്തോ പരിപാടി ഉണ്ട്, അല്ല എന്തോ മാർച്ച് എന്തോ ഉണ്ട്. ഇതാ ഡാഡി, ബായ്. ഇത് കണ്ടില്ല, അച്ഛൻ വീട്ടിൽ പോവാം. ഇവരെല്ലാവരും ഉറങ്ങണോ ഗൈസ്? വരില്ലല്ലേ, കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. നമ്മൾ ഇപ്പോൾ റെൻ്റൽ ഡ്രസ്സിന് വേണ്ടി നമ്മൾ അലൂറയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഗോൾഡൻ കപ്പൻ അവരുടെ തന്നെ അലൂറയുണ്ട്, അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് അവിടെ ആക്ച്വലി നമ്മുടെ സൈസ് നമ്മൾ സംഗീതത്തിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ബാക്കി നമ്മൾ വാങ്ങിക്കുക. അപ്പോൾ ഹൽദിയല്ല, സംഗീതത്തിൻ്റെ ഡ്രസ്സാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ദിസ് ഇസ് ദി അലൂറ. ഇതാട്ടോ അലൂറ. നമുക്ക് ഇങ്ങോട്ട് പോകാം. ഞാൻ നല്ലതെന്ന് പറഞ്ഞു. ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് ഗൈസ്. എനിക്കും കൂടി കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. പക്ഷേ കുറേ കളക്ഷൻസ് ഉണ്ട് ഗൈസ്. ഇപ്പം നല്ല വെയിറ്റ് ഉണ്ട്. നല്ല ഹെൽത്തി ഐറ്റംസ് ആണ്. ഫേസ്റ്റ് കോസ്റ്റ്യൂമസ് ഹിയർ. ഇത് കുഴപ്പമില്ല, അത്യാവശ്യം കളറ് രസമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ മേലത്തെ ഈ സാധനം മാറ്റാം, സ്ലീവ്ലെസ് ആക്കാം. സ്ലീവ്ലെസ് ഇല്ല, കളർ വെച്ച് നൈസ്. ലെങ്ത് അത്യാവശ്യം കുഴപ്പമില്ല അല്ലേ? 3 ഇഞ്ച് ഹീലല്ലേ താങ്കൾ ഇട്ടിരിക്കുന്നത്? കുഴപ്പമില്ല തോന്നുന്നു. കൈ സ്ലീവൊക്കെ മാറ്റിയ രസമുണ്ട്. ദിസ് ഇസ് നൈസ് ഐ ഗെസ്. 12 നടക്കാൻ പോലെ ഇത് മറ്റേ തവള നടക്കുന്ന പോലെ ഉണ്ട്. എങ്ങനെ ഒന്നുകൂടെ കാണിച്ചെന്നേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് കാണിക്കാം. എനിക്കിവിടെ ഇല്ലയെന്ന് ഇവർ പറഞ്ഞു. ഇവിടെ പെലാസോ പാൻറ്റും അങ്ങനത്തെ സാധനങ്ങളും ഇവിടെ അവൈലബിൾ അല്ല. അടുത്ത സാധനം വന്നിട്ടുണ്ട് ഗൈസ്, ഓഫ് വൈറ്റ്. അത് ബ്ലൗസ് കുറച്ചൊരു സൈസ് കറക്റ്റാ. ആ ബാക്കിൽ ഞാൻ സിബ് പിന്നൊത്തി കറക്റ്റല്ല, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ കഴിഞ്ഞു. നമ്മളിവിടെ കുറച്ച് ട്രയൽ നോക്കി. ബേസിക്കലി ഞങ്ങളുടെ സൈസിന് ഇവിടെ ഞങ്ങൾക്ക് ആകെ ഒരു 2-3 കിട്ടിയുള്ളൂ. ഈ സൈസ് മാറ്റേഴ്സ്. നമ്മൾ എല്ലാ സൈസും നമ്മൾ എല്ലാവരുടെയും എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം അല്ലേ? അതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഞങ്ങൾ കാർഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അവർ എപ്പോഴും കളക്ഷൻസ് എപ്പോഴും ഇങ്ങനെ
പുതിയത് കളക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഹൈലൈറ്റിലൊക്കെ പോയിട്ട് കുറച്ച് ചെറിയ കുഞ്ഞു പർച്ചേസ് ഉണ്ട്, അങ്ങനെ വീട്ടിൽ പോകും. അതോടെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കും. നമുക്ക് ഹൈലൈറ്റിൽ പോകും. ഞങ്ങളപ്പോൾ ഹൈലൈറ്റിലെത്തി. ഭയങ്കര ദാഹമുള്ളതുകൊണ്ട് കുറേ നേരമായിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഹൈലൈറ്റിൽ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടുന്ന് ജ്യൂസ് കുടിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പർച്ചേസ് ചെയ്യും. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോകും. ഈ വ്ളോഗ് അതോടെ വൈകിട്ടും ചെയ്യും. ഓക്കെ ഗായ്സ്, ഞങ്ങൾ ലെഫ്റ്റ് സൈഡിലെത്തി. ഇപ്പോൾ ഇവിടെ ചെരുപ്പ് നോക്കിയത് രസമുണ്ട് അല്ലേ? ഇതിപ്പോൾ താങ്കൾ എപ്പോഴേക്കാണ് ഇടുന്നത്? ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു ഹീൽസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത്ര ഹീൽസ് വേണം. ഒരു 3 ഇഞ്ചാണ് അവർ പറഞ്ഞത്. നമ്മൾ ഞാനല്ല വെഡ്ജാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വെഡ്ജാണ് ഇന്നത്തെ ഹീൽസ്. ഇത് നല്ല കുഴപ്പമില്ലല്ലോ. പോയിന്റഡ് പറഞ്ഞാ ഇതൊക്കെയാണ് പോയിന്റഡ്. വെഡ്ജ് എന്ന് പറഞ്ഞതാ ഈ ഒരു ഹീലൊക്കെ വേണ്ടി. നല്ല വില അത് ഇഷ്ടപ്പെട്ടു. പക്ഷേ പ്രോഗ്രാമിന് ഇപ്പൊ പോകും ചേച്ചി ഇത്ര ഹീറ്റ് ഇട്ടിട്ട് പോരാ. കല്യാണത്തിന് നമുക്ക് ഇത്ര ഇട്ടാ പോരാ. കല്യാണത്തിന് പോരല്ലോ. പിന്നെ നീ സാധാരണ സാധാരണ എല്ലാവരുടെയും പോണ സമയത്ത് നല്ല ഭംഗിയായിട്ട് വേണമല്ലോ. അതെ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നീ എല്ലാവരുടെയും പോകുമ്പോൾ എല്ലാവരും നല്ല ഗ്രാൻഡ് വേണ്ട. ഇത് സൂപ്പറാ, അടിപൊളി. ഇതേപോലെ വല്ല വീട്ടിലൊക്കെ അതെ, പിന്നെ ബാക്കി എവിടേക്കും വരുന്നൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇടാൻ അത് നല്ല ഭംഗി. അതിന് സാധാ വല്ല പോരാ. ഇല്ലല്ല, കുറച്ച് ഗ്രാൻഡ് ആയിട്ട്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം പോകണം. ഇവനെ ഒന്ന് വിളിക്കും. ഇവർ ഗൈസ് തീരുമാനിക്കട്ടെ. ഞാനിത് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഇവിടുത്തെ പരിപാടി അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും. ഓക്കെ ഗായ്സ്, ഞങ്ങൾ ഇപ്പോൾ എവിടെ എത്തി? നമ്മളിപ്പോൾ മാക്സിൽ ഞങ്ങൾ ചേച്ചിക്ക് കുറച്ച് നൈറ്റ് വെയർ എടുക്കാനുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ടൈം എത്രയായി? ഷുമിയോ വാച്ച് 8:05. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 10:30 ആകുമ്പോൾ ഇറങ്ങിയതാണ്. ഇതുവരെ ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇന്നത്തെ കലാപരിപാടി അവസാനിക്കുന്നതായിരിക്കും. അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കാർത്തിക് സൂര്യ കയറിയെന്നറിയില്ല. ഓക്കെ ഗായ്സ്, അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പോൾ സമയം 9:15. ഇന്നത്തെ കല്യാണം സീരീസ് ഫിറ്റ് സിസ്റ്ററിൻ്റെ ഒരു ദിവസത്തെ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിച്ചു. ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. നല്ല ഒരു ഫ്രൂട്ട്ഫുൾ ഡേ ആയിരുന്നു. കുറേ കാര്യങ്ങൾ ഒരു ദിവസം നടന്നു. ആക്ച്വലി എനിക്ക് പനിയായിട്ട് ജലദോഷമൊക്കെ ആയിട്ട് എൻ്റെ സൗണ്ടൊക്കെ ഫുൾ മാറിയിരിക്കുക. പക്ഷേ അറിയില്ല, എനിക്ക് ഭയങ്കര വെള്ളദാഹമൊക്കെ ഞാൻ കുടിച്ചിട്ടൊക്കെ ഉണ്ട്. വെള്ളവും ഒക്കെ തണുത്തോളം കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നാളെ എന്താണെന്ന് അറിയില്ല. നാളെ ഇനിയും കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞങ്ങൾക്ക്. നാളെ എന്താ ചെയ്യാനുള്ളതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല, പക്ഷെ എന്തൊക്കെ ചെയ്യാനുണ്ട് ആക്ച്വലി. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ശിശ്ര. ബൈ.